ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ഒരു പ്രഖ്യാപനം, ഒരു ഭീഷണിയുടെ രൂപത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുകയാണോ? അമേരിക്കൻ സാമ്പത്തിക ശക്തിയുടെ വൻമതിലിന് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കുമോ? അതോ ലോകത്തിന് പുതിയൊരു പാഠം നൽകി നമ്മുടെ ഇന്ത്യ തല ഉയർത്തി നിൽക്കുമോ? തീരുവകൾ, ഔട്ട്സോഴ്സിംഗ്, വ്യാപാര യുദ്ധങ്ങൾ, ഈ വാക്കുകൾക്ക് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഒളിഞ്ഞിരിപ്പുണ്ടോ? അമേരിക്കയുടെ വൻകിട കമ്പനികൾക്ക് ലാഭം കൊയ്യാനുള്ള വഴി ട്രംപ് അടയ്ക്കുമ്പോൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ജോലി നഷ്ടപ്പെടുമോ? ഇംഗ്ലീഷിന് വേണ്ടി ഇനി രണ്ടമർത്തേണ്ടി വരില്ല എന്ന് അമേരിക്കൻ വലതുപക്ഷ ആക്ടിവിസ്റ്റ് പറയുമ്പോൾ ഇന്ത്യയുടെ IT മേഖലയുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണ്? നയതന്ത്ര ലോകത്ത് അമേരിക്ക ഇന്ത്യയെ മുട്ടുകുത്തിക്കാനാണോ പ്ലാൻ? 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ ക്ഷമാപണം ചോദിച്ച് ചർച്ചയ്ക്ക് വരുമെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി പ്രഖ്യാപിക്കുമ്പോൾ ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അഹങ്കാരത്തിന് ഇന്ത്യ നൽകുന്ന ചുട്ട മറുപടി എന്തായിരിക്കും? ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ വെറും രാഷ്ട്രീയ നാടകമാണോ? അതോ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഇളക്കാനുള്ള ശ്രമങ്ങളാണോ? ഒരു ഭാഗത്ത് ട്രംപിന്റെ ജനപ്രീതി കുതിച്ചുയരുന്നെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര ശക്തി ലോകത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി നമുക്ക് ഈ സംഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഒരു രാജ്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായി ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. US വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ X പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ US IT കമ്പനികൾ അവരുടെ ജോലികൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് തടയാനായി ട്രംപ് ആലോചിക്കുന്നതായി വെളിപ്പെടുത്തിയിരുന്നു. ഇത് വെറും ഒരു ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും അല്ലെങ്കിലും ട്രംപിന്റെ നിലപാടുകളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. ലോറ ലൂമറുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവർ ട്രംപിന്റെ അടുത്ത വൃത്തങ്ങളുമായി ബന്ധമുള്ള വ്യക്തിയാണ്. ട്രംപിന്റെ ഈ നീക്കം യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകും, സംശയമില്ല. ഇന്ത്യൻ IT മേഖലയിൽ ഏകദേശം 5.4 ദശലക്ഷം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ നിന്നുള്ള വരുമാനം ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം 8% വരും. അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നിരവധി ഇന്ത്യൻ IT കമ്പനികളുണ്ട്. ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കുന്നത് ഈ കമ്പനികളെയും അതുവഴി ലക്ഷക്കണക്കിന് ജീവനക്കാരെയും നേരിട്ട് ബാധിക്കും. ഇത് വലിയ വലിയ തൊഴിൽ നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കും. എന്നാൽ ഈ നീക്കം ട്രംപ് പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ? അതിന്റെ സാധ്യത കുറവാണ്. കാരണം ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കുന്നത് അമേരിക്കൻ കമ്പനികൾക്കും കനത്ത നഷ്ടമുള്ള ഒന്നാണ്. ഇന്ത്യയിലേക്ക് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് വലിയ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു US IT ജീവനക്കാരന് നൽകേണ്ട ശമ്പളത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രം മതി ഇന്ത്യയിലെ ഒരു ജീവനക്കാരന് നൽകാൻ. ഈ ചെലവ് കുറയ്ക്കുന്നതിലൂടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അമേരിക്കൻ കമ്പനികളുടെ സാമ്പത്തിക ഭാവിയെ അത് ദോഷകരമായി ബാധിക്കും. പുതിയ നിയമങ്ങൾ വരുമ്പോൾ അവർക്ക് മറ്റ് മാർഗങ്ങൾ തേടേണ്ടി വരും. ഇതൊടുവിൽ അമേരിക്കയിലെ തന്നെ ഉപഭോക്താക്കളെയും വിപണിയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ ഈ നീക്കം അമേരിക്കൻ ജനതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമൊക്കെ ആയിരിക്കാം. അമേരിക്കൻ ജോലികൾ അമേരിക്കക്കാർക്ക് എന്ന മുദ്രാവാക്യം തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കൂടുതൽ വോട്ടുകൾ നേടിക്കൊടുക്കാൻ സഹായിച്ചിരുന്നു. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ നീക്കം ഇരു രാജ്യങ്ങൾക്കും ദോഷകരമായിരിക്കും. ഇന്ത്യ ഈ നീക്കത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് സൂചനകളൊന്നും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുമില്ല. പക്ഷേ ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും ഈ വിഷയത്തെ നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്നാണ് സൂചനകൾ. ഇന്ത്യ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായി നിലകൊള്ളുമെന്നുറപ്പാണ്. അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്കിന്റെ വിവാദപരമായ പ്രസ്താവന ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിനിടയിലാണ് പുറത്തു വന്നത്. ഇന്ത്യ തങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്നും 1-2 മാസത്തിനുള്ളിൽ വ്യാപാര കരാർ ചർച്ചയ്ക്ക് എത്തുമെന്നും അവർ ക്ഷമ ചോദിക്കുമെന്നും ഹൊവാർഡ് ലുട്നിക് പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു. ലുട്നിക്കിന്റെ ഈ പ്രസ്താവന അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു വിഭാഗത്തിന്റെ ഇന്ത്യയോടുള്ള മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. അവർ ഇപ്പോഴും ഇന്ത്യ ഒരു വലിയ ശക്തിയായി കണക്കാക്കുന്നില്ലെന്നും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ സാധ്യതയുണ്ടെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ലുട്നിക്കിന്റെ ഈ വാക്കുകൾ ഇന്ത്യയെ സംബന്ധിച്ച് യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകലെയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര ശക്തി വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. റഷ്യൻ എണ്ണയുടെ
ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ലുട്നിക് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യ റഷ്യയിൽ നിന്നും 2% എണ്ണ മാത്രമാണ് വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് 40% വരെ വർദ്ധിച്ചു. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും എതിർപ്പ് വകവെക്കാതെ ഇന്ത്യ ഈ നീക്കം നടത്തിയത് സ്വന്തം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ തെളിവാണ്. ലുട്നിക്കിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മോദിയെ ട്രംപ് പുകഴ്ത്തുകയും അതിനോട് അനുകൂലമായി മോദിയും പ്രതികരിച്ചതും ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സങ്കീർണമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ട്രംപ് ചിലപ്പോൾ ഇന്ത്യയെ പുകഴ്ത്തുകയും എന്നാൽ അതേസമയം തന്നെ ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ട്രംപിനെ വിശ്വസിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ മറ്റൊരു ഭാഗമായിരിക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഒരു വ്യക്തിപരമായ സൗഹൃദമുണ്ടെന്നും പറയപ്പെടുന്നു. പക്ഷേ ഈ സൗഹൃദം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുമോ എന്നത് സംശയകരമാണ്. ലുട്നിക്കിന്റെ പ്രസ്താവന ഇന്ത്യ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ പഴയ കാലത്തെ പോലെ അമേരിക്ക പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടെ രാജ്യം, അതായത് നമ്മുടെ ഇന്ത്യ. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെ നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു. തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് സ്വന്തമായി നയതന്ത്ര നിലപാടുകൾ എടുക്കാൻ ഇന്ത്യ ഇന്ന് കഴിവുള്ള ഒരു രാജ്യമാണ്. അതിനാൽ തന്നെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യവും സാധിക്കാൻ കഴിയില്ല. ഇന്ത്യക്ക് അമേരിക്കയെയും അമേരിക്കയ്ക്ക് ഇന്ത്യയെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂ. ഡെയിലി മെയിൽ, ജെയിൽ പാർട്ട്നേഴ്സ് എന്നിവർ സംയുക്തമായി നടത്തിയ സർവേയിൽ ട്രംപിന് ഇന്ന് 55% അംഗീകാര റേറ്റിംഗ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ജനപ്രീതിയാണ്. ഇത് ട്രംപിന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു. ഈ ജനപ്രീതിക്ക് പ്രധാനപ്പെട്ട കാരണം കുടിയേറ്റം, കുറ്റവാളികളെ നാടുകടത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപ് സ്വീകരിച്ച നിലപാടുകളാണ്. ഈ വിഷയങ്ങൾ അദ്ദേഹത്തിന് അമേരിക്കൻ ജനതയുടെ വലിയ പിന്തുണ നേടിക്കൊടുക്കുന്നു. ഈ സർവേ ഫലം ട്രംപ് തന്റെ അമേരിക്ക ഫസ്റ്റ് അജണ്ട കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമെന്നതിന് സൂചന നൽകുന്നു. കുടിയേറ്റം, ഔട്ട്സോഴ്സിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപിന്റെ നിലപാടുകൾക്ക് അമേരിക്കയിൽ വലിയ പിന്തുണയുണ്ട്. ഈ പിന്തുണ മുതലെടുത്തുകൊണ്ട് ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ കൂടുതൽ കടുത്ത നടപടികൾ എടുക്കാൻ സാധ്യതയുമുണ്ട്. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഇന്ത്യ നൽകുന്ന സംഭാവനകൾ ചെറുതല്ല, അത് മാറ്റി നിർത്താനാവുന്നതുമല്ല. ഇന്ത്യൻ IT കമ്പനികൾക്ക് പുറമെ ഇന്ത്യൻ പ്രൊഫഷണലുകളും ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയാൽ അത് അമേരിക്കയുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കുക എന്നതാണ്. ഇതുവരെ ചെയ്തതുപോലെ തന്നെ അമേരിക്കൻ വിപണിയിൽ നിന്ന് മാത്രം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാതെ മറ്റു രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് യൂറോപ്പ്, ജപ്പാൻ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുമായി 40ഓളം രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് അമേരിക്കൻ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഇന്ത്യയെ സഹായിക്കും. ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കങ്ങൾ ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇത്തരം നയങ്ങളിലെ മാറ്റം ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഇന്ത്യക്ക് ഒരു പുതിയ വെല്ലുവിളി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് എടുക്കാവുന്ന പ്രധാനപ്പെട്ട നടപടികൾ ഇതാണ്. നയതന്ത്ര ചർച്ചകൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ. എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും അവരുടെ മുന്നിൽ മുട്ടുമടക്കാൻ പാടില്ല. ഇതുവരെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന ചർച്ചകൾ നടക്കുകയും പരസ്പരം താല്പര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂ. അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി ഇപ്പോൾ വ്യാപാര കരാറുകൾ ഉറപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത തീർച്ചയായും ഉറപ്പാക്കും. പിന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ ശക്തിപ്പെടുത്തി ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതും നല്ലതാണ്. ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വിദേശ ആശ്രയത്വം കുറയ്ക്കുകയും ചെയ്യും. ഇന്ത്യൻ IT കമ്പനികൾ വിദേശ കമ്പനികളെ മാത്രം ആശ്രയിക്കാതെ ആഭ്യന്തര വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നല്ലതായിരിക്കും. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കണം. ഈ വെല്ലുവിളികളെ നേരിടുമ്പോൾ ഇന്ത്യ ഒറ്റയ്ക്കല്ല. ലോകത്തിലെ പല രാജ്യങ്ങളും അമേരിക്കൻ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളുമായി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ ശക്തി ലഭിക്കും. തീർച്ചയായും നമ്മുടെ ബ്രിക്സ് അതിന് നല്ലൊരു പോംവഴി തന്നെയാണ്. ട്രംപിന്റെ ഇത്തരം നയങ്ങൾ ഇന്ത്യയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ വളരെ ഉയർന്നതാണ്. ഭീഷണിപ്പെടുത്തലുകൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് കഴിവുണ്ട്. അമേരിക്കയുടെ നീക്കങ്ങൾ ഇന്ത്യ എങ്ങനെ നേരിടുമെന്ന് കാത്തിരുന്നു കാണാം. എന്തായാലും ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.